ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് നിശ്ചയിക്കുമെന്ന് കുണ്ട്രയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ്. മുഖ്യമന്ത്രി ആരാണെന്ന് പാർട്ടി നേതൃത്വം നിശ്ചയിക്കുമെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ജാഗ്രത കുറവുണ്ടായെന്നും PC വിഷ്ണുനാഥ് 24-നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും കുണ്ട്രയിലെ UDF സ്ഥാനാർത്ഥിയുമായ PC വിഷ്ണുനാഥാണ് നമുക്കൊപ്പം ചേരുന്നത്. ഈ UDF ഒറ്റക്കെട്ടായി പ്രചരണത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഈ ഇന്നലെ കായംകുളത്ത് സംഭവിച്ച ഒരു പ്രശ്നം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടിയാകും, ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഒന്നാമത് അവിടുത്തെ സ്ഥാനാർത്ഥി ലിജുവിനെ എല്ലാവർക്കും അറിയാം. ലിജു അടിമുടി മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇത്തരം ആരും ഒരു വ്യക്തിയാധിക്ഷേപത്തിനും ഇതുവരെയും മുതിർന്നിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. അപ്പോൾ പ്രസംഗിച്ച UDF നേതാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഈ കാലഘട്ടത്തിന് അതിന് മറുപടിയായി നിങ്ങൾ പിണറായി വിജയൻ G. സുധാകരനെ അങ്ങനെ വിളിച്ചില്ലേ, അല്ലെങ്കിൽ അദ്ദേഹം വേറൊരാളെ ഇങ്ങനെ വിളിച്ചില്ലേ എന്നൊക്കെ പറയുന്നതൊന്നും ഒരു മറുപടിയല്ല. നമ്മൾ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല എന്ന് ഒരിടത്ത് പറയുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് പിന്നെ അധിക്ഷേപം നടത്തുന്നതും രാഷ്ട്രീയമായി ശരിയല്ല. അല്ലെങ്കിൽ നിങ്ങൾ വിജയരാഘവൻ ഇതിനു മുമ്പുള്ള സ്ഥാനാർത്ഥികളെ അധിക്ഷേപിച്ചതിൻ്റെ ഒരു ലിസ്റ്റ് പുറത്തിറക്കിയതുകൊണ്ടോ ഒന്നും അതൊരു ശരിയായ രാഷ്ട്രീയ രീതിയല്ല. അത് അങ്ങനെയെല്ലാം ആളുകൾ മോശമായ സ്ഥാനാർത്ഥികളോട് പെരുമാറുമ്പോൾ അതിനെ അന്ന് നമ്മൾ വിമർശിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ വിമർശിക്കുന്ന നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്നും അതുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകേണ്ടതാണ്. അത് കായംകുളത്ത് ഉണ്ടായില്ല. UDF അധികാരത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ പറ്റിയുള്ള ചർച്ച ഇപ്പോൾ PJ കുര്യൻ ഒരു അഭിപ്രായം പറഞ്ഞു, നേരത്തെ K. സുധാകരൻ ടെലിവിഷൻ അഭിമുഖത്തിൽ അഭിപ്രായം പറഞ്ഞു. ഈ ചർച്ച എങ്ങനെയാണ്, ആരായിരിക്കും മുഖ്യമന്ത്രിയായി മാറാൻ പോകുന്നത്? 2-3 മാസങ്ങൾക്ക് മുമ്പാണ് എന്നാണ് എൻ്റെ ഓർമ്മ. കേരളത്തിലെ പ്രധാനപ്പെട്ട 30 നേതാക്കന്മാരുടെ ഒരു യോഗം ഡൽഹിയിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും വിളിച്ചു ചേർത്തിരുന്നു. ഞാനും ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത 30 പേരിൽ ഒരാളാണ്. അസന്നിഗ്ധമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. അത് സംബന്ധിച്ച് കേരളത്തിൽ ആരും ഒരു പ്രവർത്തനവും അതിനുവേണ്ടി നടത്തേണ്ടതില്ല. അതുകൊണ്ട് പാർട്ടി നേതൃത്വം കേരളത്തിലെ നേതാക്കന്മാർക്കും അതറിയാം. പിന്നെ ഇതിനകത്തുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഇപ്പോൾ ഇടതുപക്ഷം ഇത് പറയുന്നുണ്ട്, അവർക്ക് ആകെ പറയാനുള്ളത് ഇവർ വോട്ട് ചെയ്യരുത്, വോട്ട് ചെയ്താൽ മുഖ്യമന്ത്രിയാകാനുള്ള തമ്മിലടി നടക്കുന്നു. മുഖ്യമന്ത്രി എന്തായാലും കോൺഗ്രസിൽ നിന്നും UDF നിന്നും ആകും എന്ന് അവരുടെ ഉപബോധ മനസ്സിൽ നിന്ന് പോലും പുറത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പോസിറ്റീവായ കാര്യം. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നേതൃത്വം തീരുമാനിക്കും. അതൊരു ഇപ്പോൾ 2011 കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടായില്ലല്ലോ. 2011 തീരുമാനിച്ച പോലെ തന്നെ 2026 തീരുമാനിക്കും. കുണ്ട്രയിൽ നല്ല ആത്മവിശ്വാസമുണ്ട്, പൊതുരാഷ്ട്രീയവും UDF അനുകൂലമാണ് എന്നാണ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാരിൽ ഒരാളായ PC വിഷ്ണുനാഥ് പറയുന്നത്. കുണ്ട്രയിൽ നിന്ന് രഞ്ജിത്ത് ഫ്രാൻസിനൊപ്പം R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.